ചേറ്റുകുണ്ട് മീത്തൽവീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വിഷരഹിത പച്ചക്കറിക്കായി വിത്തിറക്കി ആഘോഷ കമ്മിറ്റി. പള്ളിക്കര കൃഷി ഓഫീസർ PV ജലേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽമൈൽ, മംഗളൂർ. പാലക്കുന്ന് കഴകപരിധിയിൽ വരുന്ന ചേറ്റുകുണ്ട് മീത്തൽവീട് തറവാട്ടിൽ ഏപ്രിൽ 7, 8, 9 തീയതികളിലായാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം നൽകുന്നതിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പച്ചക്കറി വിത്തിടൽ ചടങ്ങ് ചേറ്റുകുണ്ട് കീക്കാൻ ഏത്താങ്കോട്ട വയലിൽ ബഹുജന പങ്കാളിത്തത്തോടെ നടന്നു. പള്ളിക്കര കൃഷി ഓഫീസർ PV ജലേശൻ വിത്തിടൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമായി നമുക്കറിയാം, വയനാട്ടുകുലവൻ ദൈവംകെട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ അന്നദാനം എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ എത്തിച്ചേരുന്ന ഈ വലിയ ഉത്സവത്തിന് അന്നദാനത്തിന് വേണ്ടിയിട്ട് കൂട്ടായ്മയോടുകൂടി ജൈവ പച്ചക്കറി കൃഷി ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെൽകൃഷി നല്ല വിജയമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നല്ല കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചാൽ നല്ല ഒരു വയലായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഇവിടെ നല്ല രീതിയിൽ നല്ല ഉൽപാദനം ഉണ്ടാക്കാൻ സാധിക്കും. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ചട്ടഞ്ചൽ കൃഷ്ണൻ, പാത്തിക്കൽ കൃഷ്ണൻ, P രാജൻ, സുകുമാരൻ പൂച്ചക്കാട്, K നാരായണൻ, നവീൻ കീക്കാൻ, രാജു ഇട്ടമ്മൽ, ശശി കൊളവയൽ, C സുധൻ, V സുനിത, K രമണി തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ PK രാജേന്ദ്രനാഥ് സ്വാഗതവും സുകുമാരൻ ചേറ്റുകുണ്ട് നന്ദിയും പറഞ്ഞു. ചേറ്റുകുണ്ട് കീക്കാൻ ഏത്താങ്കോട്ട വയലിൽ മാതൃസമിതിയുടെയും കൃഷി കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മത്തൻ, കുമ്പളം, വെള്ളരി, വെണ്ടയ്ക്ക, ചീര, വഴുതിന തുടങ്ങിയ പച്ചക്കറി വിത്തിനങ്ങളാണ് വിഷരഹിത പച്ചക്കറി ശേഖരണത്തിനായി കൃഷി ഇറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.